മഹാദൈവത്തിൻ്റെ മഹനീയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു എപ്പിസോഡിൻ്റെ ബന്ധത്തിൽ നിങ്ങളുമായി സംസാരിപ്പാൻ മഹാദൈവം ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ വിഷയം ഛേ ഇച്ഛേ, അപ്പി അപ്പി അപ്പി. സാധാരണഗതിയിൽ മാതാക്കൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് മിക്കവാറും എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ വാക്ക് മനസ്സിലാവും. കൊച്ചു കുഞ്ഞുങ്ങളുടെ വീട്ടിലെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാകും. വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലെ പിതാവിന്, കുഞ്ഞിൻ്റെ പിതാവിന് മനസ്സിലാകും. വീട്ടിൽ വല്യമ്മച്ചിയും വല്യപ്പച്ചിയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ച കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഈ വാക്ക് മനസ്സിലാകും. ഞാനിത് ഞങ്ങളുടെ മക്കളുടെ ബന്ധത്തിലാണ് ഈ വാക്കുകളെ കൂടുതൽ ശ്രദ്ധിച്ചത്. അവരെ മറ്റ് സ്റ്റേറ്റ് വിട്ട് വേറെ കൺട്രീസിലായിരുന്ന സമയത്ത് അവർ വരുന്ന സമയത്ത്, അവർ വളരെ കുഞ്ഞുങ്ങളുമായി വരുന്ന സമയത്ത് അവർ പറയുന്ന, അവരുടെ മാതാക്കൾ ആ കുഞ്ഞുങ്ങളോട് പറയുന്ന, ആദ്യമായി പഠിപ്പിക്കുന്ന വാക്കാണത്. അത് മിക്കവാറും മലമൂത്ര വിസർജന ബന്ധത്തിലായിരിക്കും അത് പറയുന്നത്. അത് കവിണ് കിടന്ന് ശീലിക്കുന്ന സമയത്തല്ല, മലർന്നു കിടന്ന് ശീലിക്കുന്ന സമയത്തല്ല, അത് കവിണ് കിടന്ന് മുട്ടിൽ വലിയുന്ന പ്രായത്തിലാണ് ഇതിൻ്റെ ഈ വാക്കുകൾ, ഈ ശബ്ദങ്ങൾ സാധാരണ നിരന്തരമായി പറയുന്നത്. എന്തെങ്കിലും കണ്ടതൊക്കെ എടുക്കുക, മലത്തിലേക്ക് തിരിയുക, മലത്തെ തൊടാൻ ശ്രമിക്കുക, മൂത്രം പരണ്ടതായ തുണിയിൽ പിടിക്കാൻ തുടങ്ങുക, മൂത്രം ഒഴുകിക്കിടക്കുന്നതിലേക്ക് തൊടാൻ, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അമ്മമാരാണ് ഈ വാക്ക് ആദ്യം പറഞ്ഞ് തുടങ്ങുന്നത്. അമ്മമാരായിരിക്കും ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ഈ വാക്ക് പറയുന്നത്. ഇനി ഓരോ പ്രദേശങ്ങളിലും ഓരോരുത്തരായിരിക്കും അങ്ങനെ പറയുന്നത് എന്ന് ഞങ്ങൾക്ക് ഓരോ രീതിയിലായിരിക്കും. എന്നാലും ഞാൻ കേട്ടതായ ഭാഷയിൽ, ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ, എനിക്ക് കിട്ടിയ അറിവിൽ ഈ വാക്ക് ഛേ എന്നുള്ളൊരു വാക്ക്, അരുതേ, തുടരുതേ, ഛേ ഛേ എന്നുള്ളത് കുറച്ചുകൂടി സ്ട്രോങ് ആയി, ശക്തമായി പറയുകയാണ്. കുറച്ചുകൂടി സ്ട്രോങ് ആയി പറയുമ്പോൾ ഛേ. അപ്പോൾ ആ കുട്ടിക്ക് ഒരു നടുക്കം ഉണ്ടാവും. ആ നടുക്കം ഉണ്ടായ ശേഷം അപ്പി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മലമെന്ന് ഉദ്ദേശിച്ചാണ്. അത് തൊടാൻ കൊള്ളുന്ന വസ്തുവല്ല, വിസർജ വസ്തുവാണ്. പിന്നെ ഒരിക്കൽ കൂടെ പറയുന്നത്, 2-3 പ്രാവശ്യം ആ കണ്ണിൽ നോക്കി പറഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ കുറച്ച് മാറ്റം വരും, അല്ലാതെ പൂർണ്ണമായിട്ട് ഒരു മാറ്റം വരില്ല. പിന്നെ പൂർണ്ണമായി അതിലൊരു മാറ്റം വരുന്നത് ഈ കുഞ്ഞ് കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഭാഷയിലൂടെ അതിന് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അത് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ, അപ്പോൾ തന്നെ അത് ഷഡ്ഡിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ മൂത്രമൊഴിക്കണമെന്ന് തോന്നുമ്പോൾ ചില കുഞ്ഞുങ്ങൾ വേഗത്തിൽ പഠിക്കും. ആ ഷഡ്ഡി ചെറുകെ അതേ തൊട്ട് കാണിക്കും. അപ്പം മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ മലം വിസർജിക്കാനാണ്. ഞങ്ങളുടെ കുട്ടികൾ സാധാരണ ഉപയോഗിക്കുന്ന മലത്തിന് പറയുന്ന കക്ക എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു മരുമകൻ പ്രയോഗിക്കുന്ന വാക്കാണ് കക്ക. കക്ക എന്ന് പറയും. പാടില്ല, മലത്തെ തുടരുതെന്ന് പറയുന്ന ആ വാക്ക് ഞാൻ അങ്ങനെ അദ്ദേഹത്തിലൂടെയാണത് മനസ്സിലാക്കിയത്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങനെ അഭ്യസിപ്പിക്കുകയാണ്, ചെറിയ പ്രായത്തിൽ തന്നെ അഭ്യസിപ്പിക്കുക. ഞങ്ങളൊക്കെ ചെറിയ പ്രായങ്ങളിൽ ഈ മാടത്തക്കിളി, മൈനക്കിളി, തത്തക്കിളി ഇതിനെയൊക്കെ വളർത്തുമായിരുന്നു. അണ്ണാനെയും വളർത്തും. പക്ഷേ അണ്ണാനെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ദേഹത്തൂടെയൊക്കെ കയറി നടന്ന് കറങ്ങി ഒക്കെ വരും. ചിലപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ കിടക്കും, തിരിഞ്ഞ് അതിൻ്റെ പുറത്തോട്ട് കിടക്കും, അത് ഒരലയിലേക്കും ചത്തുപോകും. അതാണ് അതിൻ്റെ സ്നേഹത്തിൻ്റെ രീതി. ഇന്നലെ മാടത്തക്കിളിയും അതുപോലെ തന്നെ തത്തയും മാടത്തെയും ഒക്കെ മൈനയും ഒക്കെ നന്നായി സംസാരിക്കും. അവയെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി പഠിക്കും. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പം 4-5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ചില വർഷങ്ങൾ കൊണ്ട് പഠിക്കുന്നത്രയും കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ മൈനയ്ക്കും തത്തയ്ക്കും
മാർത്തയ്ക്കും പഠിക്കാൻ കഴിയത്തില്ല. അതിനൊരു പരിധി കഴിയുമ്പോൾ അത് പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, 5 വയസ്സിൽ നിന്ന് 6-ാം വയസ്സിലേക്ക് വരുമ്പോൾ ഇരട്ടി കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവാണ് വരുന്നത്. അത് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതിലും ഇരട്ടി. അതങ്ങനെ പഠിക്കാനുള്ള കഴിവ് വർദ്ധിച്ച് അവരുടെ ബുദ്ധി വികസിച്ച് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ അവസാനം വരെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ വാർദ്ധക്യമായി കഴിയുമ്പോൾ കുറേ മറവികളൊക്കെ വരും. യൗവനപ്രായത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ പഴയ പോലെ മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. നിങ്ങളുടെ പഴയൊക്കെ ഒത്തിരി ഓർക്കും. വാർദ്ധക്യത്തിലാണ് മറവി എന്ന് പറയുന്ന, പ്രത്യേകിച്ച് അതിൻ്റെ ചില രോഗങ്ങളുമുണ്ട്. മറവിയുടെ ചില രോഗങ്ങളും ചില അസുഖങ്ങളോടുള്ള ബന്ധത്തിൽ ചില രോഗങ്ങളും മറവി രോഗങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതിനൊക്കെ ഇന്ന് മരുന്നുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും അതൊക്കെ നരാജരകളൊക്കെ ബാധിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അത് ഓരോ നാൾ കഴിയുന്തോറും അത് ഡൗണായി അങ്ങനെ അങ്ങ് പോവുകയേ ഉള്ളൂ. ഇനി ഒന്നുമില്ലാതെ ആരോഗ്യത്തോടെ ജീവിച്ചാൽ പോലും ഒരു ദിവസത്തിൽ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. എൻ്റെ ഒരു വല്യപ്പച്ചൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രായം ചെന്ന സമയത്തും ഈ കശുവണ്ടി മാവേലൊക്കെ കയറി പറിക്കുമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അദ്ദേഹം കശുവണ്ടി മാവേലൊക്കെ കയറി പറിച്ച് അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരു സന്ധ്യ സമയമായപ്പോൾ, എനിക്ക് തോന്നുന്നു ഒരു 50 വർഷം മുമ്പാണ്, അദ്ദേഹം ഒരു സന്ധ്യയ്ക്ക് പെട്ടെന്ന് മരിച്ചുപോയി. ഇപ്പോൾ ആരോഗ്യത്തോടിരിക്കാം, ഓർമ്മയോടിരിക്കാം. എന്തായാലും ഒരു മരണം മനുഷ്യനെ പിടിക്കും, മനുഷ്യനെ വേട്ടയാടും. മരണത്തിന് അധീനപ്പെട്ട ഒരു ശരീരത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ പാപം നിമിത്തമാണ് മരണം നമ്മളിലേക്ക് കടക്കാനിടയായി തീർന്നത്. എന്നാൽ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും. മനുഷ്യൻ നിത്യമായ ഒരു ജീവിയായിട്ടാണ് എന്നേക്കും ജീവിക്കും. ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിച്ച് എന്നേക്കും ജീവിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതിൽ സുഖത്തിൻ്റെ പാരമ്യമായ മകുടത്തിലെത്തി ജീവിക്കുന്ന ഒന്നുണ്ട്. ദുഃഖത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ പോയി എപ്പോഴും എന്നും ദുഃഖവും കഷ്ടവും വേദനയും തീച്ചൂളയുടെ അനുഭവമായി ജീവിക്കേണ്ട 2 അവസ്ഥയാണ്. അത് നന്മ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചെയ്യുന്നതിനൊപ്പം ദൈവത്തെ തിരിച്ചറിയണം, ദൈവമാരെന്ന് തിരിച്ചറിയണം. ഒരു വസ്തു നമുക്ക് വാങ്ങണമെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനെ കണ്ടു കിട്ടണം. ആ ഉടമസ്ഥനുമായി വില പറഞ്ഞ് നിശ്ചയിക്കണം. ആ വില പറഞ്ഞ് നിശ്ചയിച്ച ശേഷം അത് പണം കൊടുക്കണം. പണം കൊടുത്തിട്ട് പോയി രജിസ്റ്റർ ചെയ്യണം. ഇന്നത്തെ രീതി. പഴയ കാലങ്ങളിൽ വേറെ പരിപാടികളൊക്കെ ആയിരുന്നു. ഈ കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത് ഗവൺമെൻറ് അറിഞ്ഞ് ഗവൺമെൻറ്റിൽ ടാക്സും കൊടുത്താണ് നമ്മൾ സ്വന്തമാക്കുന്നത്. ഇതുപോലെ ഒരു മനുഷ്യായുസിൽ മനുഷ്യന് നിത്യ കഷ്ടത്തിൽ പോകാതിരിക്കണമെങ്കിൽ ദൈവത്തെ അറിഞ്ഞേ പറ്റുള്ളൂ. ദൈവത്തെ കണ്ടുപിടിക്കണം. അത് ദൈവത്തെ തേടി എങ്ങും പോകണ്ട. എല്ലാവരും ദൈവത്തെ തേടുന്നുണ്ട്. നാട് നീളം നടന്ന് രാജ്യങ്ങൾ കടന്ന് ഒക്കെ ദൈവത്തെ തേടി നടക്കുന്നുണ്ട്. പക്ഷെ ദൈവം നമ്മളോട് ചേർന്നുണ്ട്. കസ്തൂരിമാൻ എന്ന് പറയുന്നൊരു ജീവി മണലാരണ്യ മേഖലയിൽ ജീവിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ കസ്തൂരി എന്ന് പറയുന്ന വിശേഷപ്പെട്ട വലിയ ഔഷധമാണ്. അതുപോലെ തന്നെ സുഗന്ധമുള്ള വസ്തുവാണ്. ആ കസ്തൂരി അതിൻ്റെ വയറിനുള്ളിലിരിക്കുമ്പോൾ അതിൻ്റെ മണം പുറത്തേക്ക് വന്നിട്ട് ആ മണം വേറെ പുറത്താണെന്ന് കരുതി ഓടി പോയി ആ മണം തേടി പോയി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. അതതിനെ അറിയുന്നില്ല. അവസാനം അത് ഓട്ടത്തിൻ്റെ അവസാനത്തിൽ അത് എവിടെയെങ്കിലും വീണ് മരീചിക കണ്ട് വെള്ളമാണെന്നും കരുതി ഓടി അവസാനം അത് ചത്ത് മരുഭൂമിയിൽ കെട്ടുപോകുക. പിന്നെ ഏതെങ്കിലും സമയങ്ങളിൽ വല്ല വേട്ടക്കാരോ ആരെങ്കിലും അതുവഴി വരുമ്പോൾ ഇത് കിടക്കുന്ന കാണും. അവസാനം അതിൻ്റെ മാറ് വെട്ടിപ്പൊളിച്ച് അതിൻ്റെ കസ്തൂരി എടുക്കും. വലിയ വിലപിടിപ്പുള്ള സാധനം. ഇതുപോലെ മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താതെ ഓടി മരിച്ചാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും എടുക്കാനില്ല. അവൻ്റെ ആത്മാവ് പാതാളത്തിൽ പോയി അവിടുന്ന് വീണ്ടും വന്ന് ഈ ശരീരം ഉയർത്തിയിട്ട് അത് എന്നേക്കും വേസ്റ്റിട്ട് കത്താത്ത വേസ്റ്റ് ഇടുന്നിടത്തേക്ക് പോകേണ്ടതായിട്ട് വരും. എന്നാൽ സമീപമുള്ള ആ വിലയേറിയ നമ്മളുടെ ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ ഉള്ളിലുള്ള മനസ്സിലാക്കി, പുറത്തുള്ള ഇതിൻ്റെ അവകാശിയായി ഇതിന് ആവശ്യമുള്ള
മഹാദൈവം നമ്മുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ആ ദൈവത്തോട് നമ്മൾ ബന്ധപ്പെട്ടാൽ, അദ്ദേഹത്തോട് നമ്മുടെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞാൽ മാത്രം മതി. നേർച്ച വേണ്ട, കാഴ്ച വേണ്ട. നമ്മുടെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ സഹായിക്കുക മാത്രമാണ് ദൈവത്തിൻ്റെ നേർച്ച. അല്ലാതെയുള്ള ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല. അല്ലാതെ വാങ്ങുന്നവരും നരകത്തിൽ പോവും, കൊടുക്കുന്നവരും നരകത്തിൽ പോവും. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആ ആത്മാവിനെ കുറിച്ച് ആവശ്യമുള്ള ആ ദൈവത്തെ നമ്മൾ കണ്ടെത്തണം. അത് നമ്മളുടെ സമീപമുണ്ട് ദൈവം. ഇവിടെ നമ്മൾ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ പറഞ്ഞത്. ഇത് ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ ഈ കുഞ്ഞിനെ മലിനവസ്തുക്കളെ കുറിച്ച് പഠിപ്പിക്കുന്നത് പോലെ ദൈവവിഷയത്തെക്കുറിച്ചും പഠിപ്പിക്കാൻ അമ്മ ബാധ്യസ്ഥയാണ്, അപ്പച്ചൻ ബാധ്യസ്ഥയാണ്. അതിന് തൊട്ട് മോളിൽ ജനിച്ചുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവ ബാധ്യസ്ഥയാണ്. വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഉണ്ടെങ്കിൽ അവർ ബാധ്യസ്ഥയാണ്. അവരെ കാണുന്നവരൊക്കെ ദൈവത്തോടുള്ള വിഷയത്തിലുള്ള കാര്യങ്ങൾ ആക്ഷനിലൂടെയോ ചുണ്ടനക്കിയോ വാക്കിലൂടെയോ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവർക്കധികം മനസ്സിലാകില്ല. അപ്പോഴെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവരെ കൂടെ കിടത്തുമ്പോൾ, മാറോട് ചേർക്കുമ്പോൾ, മാറിടത്തിൽ ചേർത്ത് മുലപ്പാൽ കൂട്ടുമ്പോൾ അമ്മ ആത്മീയമായ വിഷയങ്ങളുടെ പാട്ടുകൾ പാടി നമ്മളെ കുഞ്ഞിനെ ഉറക്കുകയും ഉണർത്തുകയും ചോറ് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മളുടെ ഭാഷയും രീതിയും മനസ്സിലാക്കുന്ന പോലെ അവരുടെ ചുണ്ടുകളിൽ, അവരുടെ ചെവികളിൽ, അവരുടെ ബുദ്ധിയിൽ, അവരുടെ ആത്മാവിൽ, അവരുടെ മനോമണ്ഡലങ്ങളിലൊക്കെ ഈ ശബ്ദങ്ങൾ ചെന്ന് പതിക്കുകയും, അപ്പോൾ തന്നെ ദൈവം ഓരോ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരുടെ ഉള്ളിൽ ദൈവമുണ്ട്. അങ്ങനെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ, ബാലിക നടക്കേണ്ടുന്ന വഴിയിൽ അവളെ അഭ്യസിപ്പിക്കുക. അവർ വൃദ്ധയായാലും വിട്ടുമാറാതെ ഒരു ദൈവ വൈതലായി തീരാൻ സാധിക്കും. അപ്പോൾ അമ്മ മടിയിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം ദൈവത്തോട്. അപ്പച്ചൻ കരങ്ങൾ, കുഞ്ഞിൻ്റെ പിതാവ് മാറിൽ ചേർത്ത് പ്രാർത്ഥിക്കണം, മടിയിലിരുത്തി പ്രാർത്ഥിക്കണം. നടക്കുമ്പോൾ ചെയ്യേണ്ടത് നമ്മൾ മറ്റെന്തെങ്കിലും കാണിച്ചു, റോസപ്പൂ കാണിച്ചു, അത് കാണിച്ചല്ല, യേശുവപ്പനെ കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ തലയിൽ നിങ്ങൾ അന്യരെ കൊണ്ട് കൈവപ്പിക്കുകയരുത്. സത്യദൈവത്തെ നിങ്ങൾക്ക് പരിചയമില്ല എങ്കിൽ നിങ്ങൾ അന്യരെക്കുറിച്ച് ഊഹം വെച്ച് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവപ്പിക്കാൻ പാടില്ല. സത്യദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. സത്യദൈവത്തെ അറിഞ്ഞവരെന്ന് ഉറപ്പുള്ളവർ ആരെങ്കിലും കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചാൽ കുഴപ്പമില്ല. അല്ലാത്ത മതങ്ങളുടെയോ സംഘടനകളുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെയോ ഒക്കെ ആളുകളെ നിങ്ങൾ ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവപ്പിച്ചാൽ പിശാചാ കയറുന്ന ദൈവം ഉള്ളിൽ നിന്ന് പൊയ്ക്കളയും. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ആത്മീയ വിഷയങ്ങൾ മാതാപിതാക്കൾ കണ്ടെത്തണം. എന്നിട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നും സമ്പാദിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അവരുടെ ഉള്ളിൽ ദൈവമുണ്ടെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി വരും. ഈ മറ്റുള്ള ഭാഷകൾ പഠിച്ചില്ലെങ്കിൽ മറ്റു രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള രാജ്യത്ത് ജോലിക്ക് പോകാതെ തന്നെ ഇവിടെ ദൈവം അനുഗ്രഹിക്കുമല്ലോ. ഇനി മറ്റുള്ള രാജ്യത്ത് പോയാൽ അവിടുത്തെ സംസാരിക്കണമെങ്കിൽ അതിന് ദൈവം ഭാഷ തരും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ലോകത്തിലുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് യെരുശലേം മാളിക മുറിയിൽ 120 പേര് കൂടി അവർക്കെല്ലാം കൂടി ഈ ഭാഷ കിട്ടിയിട്ട് അത് ദൈവം കൊടുത്ത ഭാഷയാണ്. അല്ല ദൈവത്തോട് സംസാരിക്കുന്ന ആ ഭാഷയല്ല, ദൈവം അവർക്ക് കൊടുത്തതാണ്. അതിനു മുമ്പ് തന്നെ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ടവരായിരുന്നു. യേശു ഉള്ളപ്പോൾ തന്നെ ഒരുക്കപ്പെട്ടു. യേശു അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തിരുന്നു. പിന്നെ ദൈവത്തിന് പരിശുദ്ധാത്മാവാകുന്ന ആളത്വം ഭൂമിയിലേക്ക് ഇവിടുത്തെ നേതൃത്വത്തിനായി യേശു പോയി 10 ദിവസം കഴിഞ്ഞ് വന്നപ്പം അവർക്ക് വേറൊരു ഭാഷ, അവിടെ വന്ന ആളുകൾക്ക് മനസ്സിലാകേണ്ട രീതിയിൽ അവരുടെ ഭാഷകളിൽ ഇവരെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ചു, പരിശുദ്ധാത്മാവ് സംസാരിപ്പിച്ചു. ആ ദൈവമാണ് മഹാദൈവം. ആ ദൈവം ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.
കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഈ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ സ്വീകരിച്ചെടുക്കാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രോഗികളെ ഡോക്ടേഴ്സ് ആകുന്നുണ്ട്, അതിന് ഹയർ സ്റ്റഡി ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവരുടെ ലക്ഷ്യം എന്താ? അവർ ചെയ്യുന്ന രോഗങ്ങളിൽ നിന്ന് സൗഖ്യമാകുന്നില്ല. കുറേ രോഗങ്ങൾ സൗഖ്യമാകും, അവർ പിന്നെ അടുത്ത ഡോക്ടർക്ക് റെഫർ ചെയ്യും, ചില പ്രിയപ്പെട്ടവർക്ക് മരിച്ചു പോകും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാകും. എന്നാൽ ഈ ദൈവിക കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മരിച്ചവരെ പുനരുദ്ധരിപ്പിക്കാനുള്ള കഴിവ് ഈ ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിക്കും. നിങ്ങളവരെ ബാലൻ നടക്കുന്ന വഴിയിൽ ദൈവത്തിന് വേണ്ടി അഭ്യസിപ്പിച്ചാൽ അതൊരു അത്ഭുത ജീവിതമായിരിക്കും. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നതിലും പ്രസിഡൻ്റ് ആകുന്നതിലും വലിയ ജീവിതമായിരിക്കും ആ പൈതൻ്റേത്. അപ്പം ഞാനിവിടെ ഇച്ചേ അപ്പി എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയത്, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ക്രിസ്തുവാകുന്ന നിലയോളം നിങ്ങൾ വളർത്താൻ ഉത്സാഹമുള്ള മാതാപിതാക്കളായിരിക്കും. നിങ്ങൾ സിനിമയും കണ്ട് ടെലിവിഷനും കണ്ട് മദ്യം കഴിക്കുന്നവരാണെങ്കിൽ, പുകവലിക്കുന്നവരാണെങ്കിൽ, ചീത്ത പറയുന്നവരാണ്, വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ പിഞ്ചു പൈതലിനെ നന്നായി വളർത്തിയെടുക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ അധ്വാനം ഈ രീതിയിൽ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് ആത്മീയ കാര്യങ്ങൾ തടസ്സമല്ല, എൻ്റെ പ്രസംഗം തടസ്സമല്ല, കൊടുക്കാം. പക്ഷെ അതിലും വലുതാണ് ദൈവിക സത്യങ്ങളിലൂടെ ക്രിസ്തുവാകുന്ന നിലയോളം വളരുന്നത്. മീൻ പിടിക്കാൻ പോയ വിദ്യാഭ്യാസമില്ലാത്ത പത്രോസ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം തൻ്റെ ഒരു ചെറിയ പുസ്തകത്തിൽ എഴുതി വെച്ചു. അതെങ്ങനെയാണ്? ഇന്നേക്ക് 2000 വർഷം മുമ്പ് മീൻ പിടിക്കാൻ പോയ ആൾ സത്യദൈവത്തിൻ്റെ പിന്നാലെ വന്ന് സത്യമായി തീർന്നപ്പോൾ, അതിനു മുമ്പ് അദ്ദേഹം ഒറ്റിക്കൊടുക്കുന്നവനും എടുത്തിയാട്ടക്കാരനും വിട്ടിട്ട് പോകുന്നതിനും ഒക്കെയായിരുന്നു. പിന്നീട് അദ്ദേഹം ശരിയായ വഴിയിലേക്ക് വന്നു, ഒരു ഉറച്ച പാറക്കഷ്ണമായി മാറിയ ശേഷം അദ്ദേഹം എഴുതിയൊരു ലേഖനത്തിൽ പറയുകയാണ്, മൂലപദാർത്ഥങ്ങൾ കത്തി എഴുതി. എന്താ മൂലപദാർത്ഥം? ആറ്റം. അന്ന് ആറ്റമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതൊക്കെ പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്രലോകം കണ്ടുപിടിച്ചെങ്കിൽ ഈ വിദ്യാഭ്യാസം, ലോകവിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുവാകുന്ന നിലയോളം വളരാനുള്ള ഭാഗ്യം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞ് ദൈവവൈതലായി ശരിയായി തീർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. അങ്ങനെ ഒരു കാലം വരുന്നു. കാറ്റം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇപ്പം കണ്ടുപിടിച്ചു. പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ചേർന്നുള്ളതായ ഏറ്റവും ചെറിയ ആ സെല്ലാണ് ആറ്റം. അത് അദ്ദേഹം അന്ന് പറഞ്ഞു. അതിനെ വിഘടിപ്പിച്ചാൽ അതിൻ്റെ ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ സംഘർഷം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്താൽ ഇവിടെ തീ ഉണ്ടാവും, സ്ഫോടനം ഉണ്ടാവും. ആ സ്ഫോടനത്തിലൂടെ മറ്റുള്ളതും കത്തിയരുത് വലിയ പവർ ഉണ്ടാവും. നമുക്ക് ആറ്റമിക് പ്ലാന്റുകളെ കുറിച്ചൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനൊക്കെയുള്ള, അങ്ങനെ അതിനെ ഫ്യൂഷൻ ചെയ്ത് വിഘടിപ്പിച്ചൊക്കെ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഇന്ന് എല്ലാവർക്കും ഒരുപാടുപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. അത് അന്ന് പറയുവാൻ തക്കോടിയായിത്തീർന്നു. അവരൊക്കെ സ്വർഗത്തിൽ പോയി സ്വർഗം കണ്ടിട്ടുണ്ട് യേശുവിനുള്ള ബന്ധത്തിൽ. സ്വർഗത്തിൻ്റെ ഉടമസ്ഥനായ യേശു അവരുടെ കൂടെ വന്ന് പാർത്ത് അവരവിടെ വഴിയോരത്ത് ജനിച്ചു എന്നുള്ളതല്ല അവർ നോക്കിയത്, പശുക്കൂട്ടിൽ കിടത്തി എന്നുള്ളതല്ല നോക്കുന്നത്, യോസഫിൻ്റെ കൂടെ ജീവിച്ചു എന്നുള്ളത് നോക്കുന്നത്, മറിയെന്ന് പറയുന്നതായ അവരിൽ ഇപ്പോൾ 9 മാസം ഇരുന്നെന്നുള്ള അവർ നോക്കുന്നത്. അവർ കണ്ടത് മഹാദൈവത്തിലെ രണ്ടാമത്തെ ആളത്വം പൂർണ്ണ ദൈവമായി തങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവർ ശരിയായ ദിശയിലേക്ക് എത്തിയത്. അവർ പിന്നെ അവർ MBBS MDക്കും ഒന്നും അന്നില്ലായിരുന്നു. പക്ഷേ അവർ നടന്നു പോകുന്നിടത്ത് നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു പോവുകയാണ്. കിടക്കയിൽ എടുത്തുകൊണ്ടുവന്ന രോഗികൾ കിടക്ക എടുത്തുകൊണ്ട് സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.
അത് മഹാദൈവം യേശു ലോകത്തിലായിരുന്നപ്പോൾ യേശു അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്. താനടുത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് വരാൻ പറ്റാത്തവൻ ജനക്കും ബാഹുല്യം മൂലം ഭാരപ്പെട്ടു. അപ്പോൾ എന്തേ മേക്കൂര, യഹൂദന്മാരുടെ രീതിയിൽ മേക്കൂര മാറ്റി അവർക്ക് ഇറങ്ങാവുന്ന സംവിധാനത്തിലുള്ള വീടുകളാണ് മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ഓരോ സ്റ്റെപ്പുകളിലായി അവർ പാർത്തുകൊണ്ടിരുന്നത്. അവിടെ ആ മേക്കൂരയെ മാറ്റിയിട്ട് ആ 4 പേര് കൂടി ആ പക്ഷപാതക്കാരനെ ഇറക്കി വെച്ചു. അവസാനം പക്ഷപാതക്കാരൻ സൗഖ്യം കിട്ടി. താൻ ഇറക്കി വെച്ച കട്ടിലും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റും ഈ മേഖലയിൽ. നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കാൻ സാധ്യമേ അല്ല. ലോകത്തിലെ ഒരൊറ്റ ഡോക്ടേഴ്സ് പോലും 100 കൊല്ലത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 150 കൊല്ലത്തിൽ കൂടുതൽ ജീവിച്ചത്, 150 ജീവിച്ചിട്ടില്ല, എന്നാലും 100 അതിലധികമോ അടുത്തൊക്കെ ജീവിച്ചവർ അപൂർവമായിട്ടുണ്ടായിരിക്കാം. കോവിഡ് വന്ന ലോകത്തിൽ ഈ ഇന്ത്യയിൽ തന്നെ ഡോക്ടേഴ്സ് 25 വയസ്സുള്ള ഡോക്ടേഴ്സ് വരെയാണ് ഏറ്റവും വലിയ ഹോസ്പിറ്റലിലാണ് മരിച്ചത്. അമേരിക്കയിലൊക്കെ വൃദ്ധരായി തങ്ങളായിരുന്നിടത്ത് എത്രയെത്ര ഡോക്ടർമാർ എല്ലാം മരണത്തിന് നീക്കുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യ ഉണ്ടായിരുന്ന അവർക്ക് ജീവിച്ചേനെയും. അവർക്ക് പൈസ ഇഷ്ടം പോലുണ്ട്, ഗവൺമെൻറ് അവരുടെ കൂടെ ഉണ്ട്. നമ്മുടെ രാജ്യത്തെ പോലെയല്ല. അവർക്ക് വലിയ ഇൻഷുറൻസ്, അവരുടെ അധ്വാന സമയങ്ങളിൽ മാക്സിമം ജോലി ചെയ്യിക്കുക, മാക്സിമം ഇൻഷുറൻസ് കെട്ടുക, അവരുടെ വാർദ്ധക്യ സമയത്തെ പൂർണ്ണ സഹായം ഗവൺമെൻറ് പ്രോമിസ് ചെയ്യും. പക്ഷേ അവിടെയെങ്കിലും ഒരു രക്ഷയുമില്ല. രക്ഷയെന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിലുള്ളതായ പരിപാടിയേ ഉള്ളൂ, പിതാവായ ദൈവത്തിൻ്റെ. അവിടെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്, രോഗസൗഖ്യമുണ്ട്, ആഹാരമില്ലാത്ത ആഹാരമുണ്ട്. 6 ലക്ഷത്തിൽ ചെല്ലുവാനും ആളുകൾ മരുഭൂമിയുടെ പോകുമ്പോൾ അവരെ പറയുക നദിയെ ഒഴുക്കി കൊടുക്കുവാൻ, അതും തീക്കൽ പാറയിൽ നിന്ന്. ഇതൊക്കെ കഴിയുന്ന ഒരേ ഒരാൾ മഹാദൈവം മാത്രം. ഒരു വാക്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കുക ആ മഹാദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിച്ചാൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അഭ്യസിപ്പിക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ അഭ്യസിപ്പിക്കണം. ചെറുതായ സമയം നമ്മുടെ വായിലേക്ക് കുഞ്ഞ് നോക്കിയിരിക്കുമ്പോൾ ചക്കരയുമ്മ ആ കുഞ്ഞിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് ദൈവം, മഹാദൈവം, പ്രിയ ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വരട്ടെ. ഒരിക്കലേ സക്കറിയാവിൻ്റെ ഭാര്യ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭിണിയായി, വാർദ്ധക്യത്തിലാണ്. അപ്പം യേശു മറിയയുടെ ഉദരത്തിലായിരിക്കുന്ന സമയമാണ്. മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നു. കുറച്ച് ദിവസം ഈ അപവാദ സാഹചര്യത്തിൽ അല്പസമയങ്ങൾ ചെലവഴിക്കാൻ, കുറച്ച് ദിവസം, കുറച്ച് ചില മാസങ്ങൾ അവിടെ പാർക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ അവർ തമ്മിലൊന്ന് വന്ദനം ചെയ്തപ്പോൾ തന്നെ യോഹന്നാൻ കിടന്ന് തുള്ളുക, മറിയേം തുള്ളി, എലിസബത്തും വാർദ്ധക്യ തുള്ളി, ഇവിടെ മറിയേം തുള്ളി. ഇത് തുള്ളിച്ചതാരാ? മറിയയുടെ ഉദരത്തിൽ കിടന്നായ രക്ഷകനായ യേശുവാ, പരിശുദ്ധാത്മാവ് അവരിലേക്ക് വ്യാപിച്ചു. കുഞ്ഞ് ഉദരത്തിൽ തുള്ളി, ഗർഭാശയത്തിലാണെന്ന് ഓർക്കണം. ഈ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ അല്ലെങ്കിൽ ലോകത്തിലേക്ക് മറിയയുടെ ഉദരത്തിൽ വന്നപ്പോൾ ആകാശത്ത് നക്ഷത്രം പല ഭൂഖണ്ഡങ്ങളിലുണ്ടായിരുന്ന വിദ്വാൻമാർക്കത് അവരുടെ വാനശാസ്ത്രജ്ഞന്മാരായിരുന്നു അന്നത്തെ കാലത്തുമുണ്ട്. അവർ ഈ നക്ഷത്രം നിരീക്ഷിച്ച് വന്നു. പൊന്നും മൂരും കുന്തിരിക്കവും ശേഖരിച്ചുകൊണ്ടാവുന്നു. അവരവിടെ വന്ന് ഈ കുഞ്ഞിനെ കണ്ടു, വണങ്ങി, നമസ്കരിച്ച് നേരത്തെ കൊട്ടാരത്തിൽ ചെന്ന് നോക്കി. പക്ഷെങ്കിൽ അവിടെ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് എന്തായാലും കുഞ്ഞിനെ വന്ന് കണ്ടു, തിരിച്ചു ചെല്ലണമെന്ന് രാജാവ് പറഞ്ഞിരുന്നു, ഹെരോദാവ്. പക്ഷെ അവരവിടെ പോകണ്ടെന്ന് ദൈവത്തിന് ദൂതൻ പറഞ്ഞു. വേറെ വഴിയായി പോയി. പിന്നെ അപ്പം തന്നെ അവരെ കാണിച്ചു. ആട്ടിടയന്മാർ വന്ന് കണ്ട ശേഷം അവിടെ ഒരുക്കിയിരുന്ന അവസ്ഥകളിൽ നിന്ന് ആ ചെറിയ കീറ്റുശീലകളൊക്കെ ചുറ്റി യേശുവുമായിട്ട് മറിയയും യോസഫും വേറെ ദേശത്തേക്ക് മാറിപ്പോയി, നസ്രത്തിലേക്ക് പോയി. അവിടെയാണ് പിന്നെ ഈ ഹെരോദിൻ്റെ മരണകാലം വരെ ജീവിച്ചിരുന്നത്. അപ്പം ഇവിടെ ശത്രുക്കളെ നേരിടാനുള്ള ശ്രദ്ധ, അതുപോലെ തന്നെ അവസാനം ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട്
നമ്മുടെ മാനവരാശിയുടെ പാപത്തിന് വേണ്ടി മരിക്കാനെ കൊണ്ടുവേണ്ടി കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് മഹാദൈവം കാൽവറിയിൽ തൻ്റെ ആണികൾ തറയ്ക്കപ്പെട്ടവനായി മരിച്ചത്, അവിടുത്തെ വിലാപ് കുത്തിത്തുറന്നത്. ഇതെല്ലാം കറക്റ്റായിട്ട് സമയാനുസൃതമായി നടന്നു. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ദൈവവിശ്വാസം കറക്റ്റാണെങ്കിൽ നിങ്ങൾ അപ്പി പഠിപ്പിച്ച് തുടങ്ങുന്ന ഈ കുഞ്ഞ് വാർദ്ധക്യത്തിലോ ഏത് സമയത്തെങ്കിലും ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ, ഈ ലോകത്തിൽ നിന്ന് മരണത്താൽ പോകുമ്പോൾ, അതിനു മുമ്പ് ഒരുപക്ഷെ അവർ അങ്ങനെ വളർത്തിയ മാതാപിതാക്കൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ പോയി സ്വർഗം കണ്ടിട്ട് വന്ന് പിന്നെ എവിടെ ജീവിക്കും? യോഹന്നാനും പൗലോസും ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അവർക്ക് അങ്ങനെയുള്ള വലിയ ട്രെയിനിങ് ഒന്നും കിട്ടിയല്ല വളർന്നതെങ്കിലും പിന്നീട് യേശുവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചിരുന്നതുകൊണ്ട് ദൈവം അങ്ങനെയൊക്കെ ഉള്ള ചെയ്തിട്ടുണ്ട്. ഈ നാളിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നവരെ, ജീവിച്ചിരിക്കുന്നവർ ഈ നല്ല വിശ്വാസം, ഈ പ്രത്യാശ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കണം, നമ്മളിൽ തന്നെ വളരണം. അങ്ങനെ ദൈവവിശ്വാസം കൊണ്ട് നിറയപ്പെട്ട അവസ്ഥയിൽ നമ്മളുടെ ചെറിയ അശുദ്ധി, അഴുക്ക് പാടില്ല, തുടരുതെന്നുള്ള തടസ്സം ഒരു ആത്മീയതയിലേക്ക് എത്തുവാൻ സഹായിക്കാനുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി അറിയിച്ചുകൊണ്ട് എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കും.